സോ ഇത് ഒരു ഫംഗ്ഷനാണ്. നമുക്ക് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്കിവിടെ 3 പാരാമീറ്റേഴ്സ് എടുക്കുന്നുണ്ട്, എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു 3 പാരാമീറ്റേഴ്സിൻ്റെ അഡീഷൻ റിസൾട്ടാണ്. പിന്നെ നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്തു, പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ നമ്മൾ പാസ് ചെയ്തു, ആർഗ്യുമെൻ്റ് എന്ന് പറയും. സോ ഇങ്ങനെ നമുക്ക് ആ റിസൾട്ട് കിട്ടി 60 എന്ന് പറഞ്ഞിട്ട്. ഇതേ ഫംഗ്ഷൻ നമുക്ക് ലാംഡ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് ആകെ ഒരു ചെറിയൊരു എക്സ്പ്രഷൻ മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കണ്ടു, നമുക്കിവിടെ 3 ലൈൻസ് ഓഫ് കോഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ലാംഡ ഫംഗ്ഷൻ ആക്കി എഴുതാം. കാരണം ഇവിടെ ഒറ്റൊരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ, നമുക്ക് അഡീഷൻ മാത്രമേ ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. സോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് ലാംഡ ഫംഗ്ഷൻ ആക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആഡ് എന്നുള്ളതല്ലേ, നമുക്ക് ആ ഒരു ആഡ് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഈക്വൽ ടു ലാംഡ എന്നാണ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് നമ്മുടെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? എക്സും വൈയും സെഡ് ആണ്. ഇവിടെ ജസ്റ്റ് എക്സ് കോമ വൈ കോമ സെഡ്. ഇനി നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് അല്ലേ. സോ ഇവിടെ ഒരു കോളൻ ഇടുക. ഇനി നമ്മുടെ എക്സ്പ്രഷൻ എഴുതുക, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇനി നമുക്ക് ഈ ഒരു ലാംഡ ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്രിന്റ് ആഡ്, ഇവിടെ നമുക്ക് നമ്മുടെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ട് ഇവിടെ കിട്ടും. സോ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടി.